ഇസ്ലാമിൽ അടിമത്തം എപ്പോഴും അടിമസ്ഥിതി ഇപ്പോഴും നിരോധിച്ചിട്ടില്ല എന്നാണ് വിവിധ മതപണ്ഡിതന്മാർ പറയുന്നത്. പുരാതന കാലത്ത് മനുഷ്യർ വിവിധ ഗോത്രങ്ങളായി ഏറ്റുമുട്ടുകയും ആ കലാപങ്ങളിൽ അല്ലെങ്കിൽ കൊള്ളകളിൽ പിടികൂടപ്പെടുന്ന മനുഷ്യരെ അടിമകളാക്കുകയും ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിരാവിലെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പല ഗോത്രങ്ങളെയും കൊള്ളയടിക്കുകയും കിട്ടുന്ന മുതൽ കൊള്ള മുതൽ വീതിച്ചെടുക്കുകയും അല്ലെങ്കിൽ യുദ്ധം മുതൽ വീതിച്ചെടുക്കുകയും മനുഷ്യരെ അടിമകളാക്കുകയും അടിമകളെ അടിമ സ്ത്രീകളെ ശാരീരികമായി ഭോഗിക്കുകയും വലങ്കൈ ഉടമപ്പെടുത്തിയ എന്ന രീതിയിൽ വീതം വെച്ച് അവരെ ഭോഗിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. അത്തരം കലാപങ്ങൾ അല്ലെങ്കിൽ കൊള്ളകൾ അതിഭയാനകരമായ സാമൂഹിക അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കുടുംബമൊത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്നൊരു സംഘം വന്ന് നമ്മളെ കൊള്ളയടിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഭാര്യയെയും കുട്ടികളെയും എല്ലാം പിടിച്ചു കൊണ്ടുപോയി അവരുടെ അടിമകളാക്കി. എന്നിട്ട് അടിമച്ചന്തകളിൽ കൊണ്ടുപോയി അവർ നമ്മെയും നമ്മുടെ ഭാര്യമാരെ ഭോഗിച്ച ശേഷം വേറെ പലർക്കും വിൽക്കുകയും ഇപ്പം ഈ അടിമകളാക്കി പിടികൂടുന്ന മനുഷ്യരെ ഭർത്താവിനെ ഒരാൾക്ക് വെക്കും, ഭാര്യനെ ഒരാൾക്ക് വെക്കും, കുട്ടികളെ വേറെ ആൾക്ക് വെക്കും. അങ്ങനെയൊക്കെ പല രീതിയിലും മാനസികമായിട്ട് എന്താ പറയുക പീഡനം അനുഭവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു പുരാതന ഗോത്ര സമൂഹം. മൃഗങ്ങളെയും പട്ടിയെയും പൂച്ചയെയും പോലെ മനുഷ്യനെ ചന്തകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയ സംസ്കാരമുള്ള അതിപുരാതന ഗോത്രങ്ങൾ. ഇത് ഇസ്ലാമിൽ മാത്രമല്ല, അന്ന് പല രാജ്യങ്ങളിലും പല ഏരിയകളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പക്ഷേ അതൊക്കെ ഇപ്പോൾ അടിമത്വം നിരോധിച്ചു. മനുഷ്യർ സാംസ്കാരികമായി ഉയർന്നപ്പോൾ എല്ലാ അടിമത്ത സമ്പ്രദായങ്ങളും നിരോധിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്തും ഇസ്ലാമിൽ ഈ അടിമത്ത സമ്പ്രദായം നിരോധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യരെ അതിക്രൂരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി മക്കളെയും കുട്ടികളെയും എല്ലാം അടിമകളാക്കി അടിമകളെ ഭോഗിക്കാനുള്ള അവസരം നൽകുന്ന ദൈവം മനുഷ്യരെ അടിമച്ചന്തകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താൻ അനുമതി കൊടുക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തിൽ എന്ത് മനുഷ്യത്വമാണ് നമുക്ക് കാണാനുള്ളത്? ഇന്നത്തെ ആധുനിക സംസ്കാരത്തിലെ മനുഷ്യരുടെ അത്ര പോലും കരുണയും സാംസ്കാരിക ശുദ്ധിയും ഇത്തരം ദൈവങ്ങൾക്ക് ഇല്ല എന്നതാണ് എൻ്റെ ചോദ്യം.